ഒരു ഒപ്പ് വേണമായിരുന്നു. എന്നാ ജനാർദ്ദന ഒരു ക്ഷീണം വഴി എന്നെ ഇൻസൾട്ട് ചെയ്തമായി. ആര്? ശർമ്മളയോ? അത് നിന്റെ കുറ്റമാ. യു സി, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മ കമ്പനിയിൽ വേല വാങ്ങി തന്നെ എന്തിനാണെന്ന് അറിയാമോ? യു നോ? അറിയാം, പക്ഷെ അവർക്കെന്നെ തീരെ ഇഷ്ടമല്ലല്ലോ. എന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ വീണുപോയ ആളാണ് എന്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മൾ ഇന്ന് സുഖമായി ജീവിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മായി തന്നെ പറ. നീ അമ്മാവനെ പോലെ യൂസ്ലെസ് ആവരുത്. വാ കിട്ടവാ. ഒരു കാര്യം പറയാം. എങ്ങനെ? നല്ല ഐഡിയ, അതുപോലെ ചെയ്യാം. പറഞ്ഞതുപോലെ ഞാൻ കൃത്യസമയത്ത് എത്തിക്കൊള്ളാം. തീർച്ചയായും ഫലം ഇത്തോളം നിനക്ക് അനുകൂലമായിരിക്കും. അതിനല്ലേ കഷ്ടപ്പെട്ട് പണിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നിന്റെ അമ്മായിയെ സമ്മതിക്കണം. രാമു, ഇങ്ങോട്ട് വാടും. ശർമ്മയിലെ ക്ലബിൽ നിന്ന് വരുമ്പോ നീയും നമ്മുടെ ആൾക്കാർ ചേർന്ന് അവളെ തടയണം. അപ്പൊ ഞാൻ ബൈക്ക് വന്ന് അവളെ രക്ഷിക്കുന്നതായി ഭാവിക്കും. കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് അവൾക്ക് തോന്നരുത്. പോരെ? പിന്നെ ഞാൻ എന്റെ അടിയോ ചവിട്ടോ തന്നിരിക്കും. തിരിച്ചെന്നൊന്നും ചെയ്തേക്കരുത്. വെരി ഗുഡ്, ഇരിക്കൂ. നിങ്ങള് ഈ വേക്കൻസിയിൽ അപ്പോയിന്റ് ചെയ്യാം. താങ്ക് യു സർ. 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിലും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ആൾക്കാരുണ്ട് മിസ്റ്റർ. സർ, ബി എ വരെ പഠിച്ചത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇനി 10,000 രൂപ പോയിട്ട് 10 പൈസ പോലും ചിലവാക്കാൻ എന്റെ കുടുംബത്തിലില്ല. കഷ്ടപ്പാടുകളൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. സർ പ്ലീസ്. സാറേ, കൂടുതൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങിഷ്ട ഭോജന സൗഖ്യമെന്ന എവിടെ ചെന്നാലും ഭക്ഷണം കിട്ടും. കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങും. ഇരിക്കണ്ട, കാശ് കൊടു, കാശ് കൊടു. അത് വേണ്ട, എന്റെ പോക്കലിൽ ഇരിക്കട്ടെ. നീ അവിടെ ഇരുന്നാ മതി. ആ, എങ്ങോട്ടാ? പതിവ് പരിപാടി, ജോലി അന്വേഷിച്ചിറങ്ങിയത്. നാളെന്താ? പേരെന്താ? കുമാർ. കുമാർ? കുമാരാ? കുമാരനറിയാമോ? ഞാനും ഇവിടുത്തെ മിനിസ്റ്ററും 4ാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചതാ. അതിനുശേഷം ആശാൻ പഠിച്ചിട്ടേ ഇല്ല. അതെ. ഞാൻ പോട്ടെ. നിക്ക്, ജോലിക്കാരല്ലേ, ഞാൻ ശരിയാക്കി തരാം. ശിക്ഷ എന്തോ വരുന്നവരെ നോക്കിക്കൊള്ളണം. ശരി ആശാൻ. അല്ലേ പ്രൊഫസർ? ആ, രാത്രിയിൽ ക്യാമ്പിൽ വരാം. വരൂ വരൂ. തോന്നലൊന്നുമില്ല. മാളവ്യ ഇതാകാനാ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്റെ ഫ്രണ്ടാ. ഞാനൊന്നും ഇപ്പൊ അങ്ങനെ ബെത്തണില്ല. ഞാൻ പോവാ. ചോറൊന്നുമില്ല. എന്ത് പറ്റി? ബാ. എന്ത് പറ്റി? അവന് എന്നെ കുറെ നാളായി ശല്യപ്പെടുത്തുന്നു. അവന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന്. അതിനാണോ തല്ലിയത്? ആയതല്ലേ അങ്ങേര്. അല്ല, എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞ് അവനെന്നെ തല്ലാൻ വന്നു. അത്രേ ഉള്ളൂ. വാ, നമുക്ക് വേറെ ജോലി അന്വേഷിക്കാം. വാ. വേണ്ട, ഞാനല്ലേ വിളിക്കുന്നത് വരാൻ. എന്തൊരു കഷ്ടമാണ്. നോക്കി നടക്കും. ഞാൻ ഉന്തി തരണോ ഇനി? പ്രേം, പ്രേം, വരൂ പ്രേം. ചിലപ്പോ കൂടെ കോളേജിൽ പഠിച്ച വല്ല പെണ്ണുമായിരിക്കും. എന്റെ പ്രേം, പ്രേം, നിങ്ങൾ വന്നുവല്ലോ. ഐ എം സോ ഹാപ്പി. വരൂ, അകത്തേക്ക് വരൂ. വരൂ. അമ്മേ, എന്റെ പ്രേം വന്നു.
ഇരിക്കൂ. മോള് പോയി കാപ്പി കൊണ്ടുവരൂ. കാപ്പിയുണ്ട്. ആ പോയത് എന്റെ മകളാണ്. അവളെ നിങ്ങൾ നേരത്തെ അറിയുമോ? ഇല്ല. അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു നല്ല പെൺകുട്ടി. അവൾക്ക് ഭ്രാന്താണ്. ഭ്രാന്തോ? പ്രേം, സ്വപ്നെ, സ്വപ്നെ. നോ നോ നോ, അധികം താമസിക്കണ്ട. സ്വപ്നയുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണോ ശാർമയുടെ കല്യാണം നടത്താൻ. എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? എല്ലാം ചേട്ടന്റെയും ചേട്ടത്തിയുടെയും ഇഷ്ടം പോലെ. അമ്മേ, എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ നേരമായി. മോള് പൊയ്ക്കോ, കാറെടുത്തോ. ഞാൻ കാറിൽ പോകുന്നില്ല. ഐ നോ, പ്രേമന്റെ കൂടെ സ്കൂട്ടറിന്റെ ബാക്കിലിരുന്ന് പോകാനല്ലേ. അയ്യോ, ഞാൻ വേറെ റൂട്ടിലാണ് പോകുന്നത്. അമ്മേ, ഈ പ്രേമിനോട് പറയൂ എന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാൻ. നീ തന്നെ പറ. പ്രേം പ്ലീസ്. സാരമില്ല പ്രേം, നാണിക്കണ്ട, പൊയ്ക്കോ. ആ കയറൂ. ഓക്കെ. ബൈ. സ്വപ്നെ, നീ എന്റെ സ്വന്തമായി കഴിയുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരിക്കും. പ്രേം, വയ്ക്കൂ. ഉടനെ വരില്ലേ? ഉടനെ വരും. Hello, Swapna, how are you? Fine, thank you. All sit down. മേഡം, സ്വപ്നയ്ക്ക് നെക്സ്റ്റ് വീക്ക് മാരേജ് ആണ്. My hearty wishes, Swapna. Thank you, madam. പ്രേം is very handsome, madam. Really, you are a lucky girl. ആ സ്വപ്ന? No. Mr. Swapna Prem. ടെലിഫോൺ. ഞാനിപ്പോ വരാം. ഹലോ, യെസ്, വിമൻ സിസ്റ്റർ. അതെ അതെ, ഉണ്ട്. എന്ത്? സ്വപ്ന, വരൂ. എന്താ മേഡം? നത്തിങ്, വരൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത്. കാരണം ആ കുട്ടിക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. ആക്സിഡന്റ് കണ്ടപ്പോൾ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും മെന്റൽ ഡിപ്രഷൻ ഉണ്ടായേക്കാം. ഡോക്ടർ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ.
ഡോക്ടർ ചെറിയാൻ ഒരു നല്ല സൈക്കാട്രിസ്റ്റ് ആണ്. ഈ അഡ്രസ്സിൽ അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്യൂ. പേരെന്ത്? സ്വപ്ന അല്ലേ? സ്വപ്ന അറിഞ്ഞു. ഇന്നലെ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് നടന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മനുഷ്യൻ അപ്പൊ തന്നെ മരിച്ചു. പാവം, അയാളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കെ സ്വപ്ന ഈ മനുഷ്യനെ അറിയോ? എന്ത് പറ്റി ഡോക്ടർ? നത്തിങ്. കുറച്ചു നേരം ഉറങ്ങട്ടെ. പല ട്രീറ്റ്മെന്റുകളും ചെയ്തു നോക്കി, ഒന്നും ഫലിച്ചില്ല. വിവാഹം കഴിഞ്ഞാൽ ഒരു പക്ഷേ രോഗം മാറിയേക്കുമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. അതിനെ ശ്രമിച്ചു നോക്കി. ഒരു ഭ്രാന്തിയെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറായില്ല. അവസാനം എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനെ ഞാൻ തേടിപ്പിടിച്ചു. കല്യാണം കഴിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഭർത്താവ് ഉദ്യോഗസ്ഥനാകാൻ എന്നെ കിട്ടില്ല. നീ എപ്പടി പേசுறേ? നിനക്ക് എന്താ പറയാനുള്ളത്? ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലേതാണ്. എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു ജോലി വേണം. അവൻ ചൊല്ലതും കറക്റ്റ് തന്നെ. അതിനെന്താ മോനെ, നീ അന്യനല്ലല്ലോ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്, അല്ലേ ചേട്ടാ? ഒന്നു മാത്രമില്ല, എനിക്കൊരു ജോലി. ജോലി ചെയ്തേ തീരുന്ന നിർബന്ധമാണെങ്കിൽ നീ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തോ. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ പോരെ. എന്ത് ജോലി എന്ന് കൃത്യമായി പറയണം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മിസ്റ്റർ രാജശേഖരൻ, ന്യൂ അപ്പോയിന്റ്മെന്റ്, പർച്ചേസിംഗ് മാനേജർ. ഹലോ. ഹലോ. ഐ ആം ജനാർദ്ദനൻ, അസിസ്റ്റന്റ് മാനേജർ. ഓ, മിസ് റാണി, ഞങ്ങളുടെ നമ്മുടെ സ്ഥലം മിസ് മേരി ക്ലാർക്ക്. അപ്പോ രാജശേഖരൻ, നമുക്ക് ഫാക്ടറിയൊക്കെ ചുറ്റി കാണാം. വരൂ.